ഷോർട്സ് ഇടുമ്പോഴത്തേന് ആ വീഡിയോയും റണ്ണാകും, ഈ ഷോർട്സും റണ്ണാകും. ഇതാണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹലോ, ബിന്ദാസ് വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, യൂട്യൂബിൽ നമുക്ക് എല്ലാവർക്കും ഒന്നും കഴിവുണ്ടാകണമെന്നില്ല, പക്ഷെ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് സൃഷ്ടിച്ചാണ് വിട്ടിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് തുടങ്ങണമെന്നോ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണമെന്നോ എനിക്കങ്ങനെയൊന്നും ഒരു കഴിവുള്ളൊരു വ്യക്തിയേ അല്ല. എന്നെ അറിയാവുന്നവർക്കറിയാം, എനിക്ക് അത്രത്തോളം എനിക്കെപ്പോഴും സഭാകമ്പം ഉള്ള ഒരാളാണ്. മറ്റുള്ളവരൊക്കെ ടിക്ടോക്കിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുമോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേന് എനിക്കൊരു ലിപ്സിങ്ക് ശരിയാകത്തില്ലായിരുന്നു. പിന്നെ കുറേ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ട്രിക്കുകളൊക്കെ മനസ്സിലാകും, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ, ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറും. രണ്ടാമത് നമ്മൾ കൃത്യസമയത്ത്, അതായത് ഞാൻ ഇന്നും ഇടുന്നത് ഈവനിങ്ങിലൊരു 6 മണിക്കാണ് ഇടുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ കുവൈറ്റ് ടൈമിൽ 6 മണിക്കാണ് ഇടുന്നത്. അന്നേരം നമുക്ക് ആ ഒരു എല്ലാ ദിവസവും ഓരോ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടും. ഞാനൊരു വീഡിയോ ഇട്ടത് നല്ല വൈറലായിരുന്നു. അപ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്താൽ ചോദിച്ചാൽ, ഈ വീഡിയോസ് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി. എനിക്കൊരു 200 കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ഒരു ദിവസം തന്നെ 30, 40, 50 ഒക്കെ ഇങ്ങനെ വെച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ ഒരു പേടി പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുമ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ 400, 500 സബ്സ്ക്രൈബുകളും ആ ഒരു വീഡിയോയിൽ എനിക്ക് ഇൻക്രീസായി. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, അതൊരു 1 വീക്ക് കൊണ്ട് എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഷോർട്സ് ഇട്ടു. അടുത്ത ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ ആ വീഡിയോ പെട്ടെന്ന് സ്റ്റക്കായ പോലായി. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. അപ്പോൾ എനിക്ക് പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് അതൊരു വലിയൊരു വിഷമമായിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഷോർട്സ് ഇടാറില്ല, അല്ലെങ്കിൽ പുതിയ വീഡിയോസ് ഇടാറില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് അത് മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ പെട്ടെന്ന് പുതിയൊരു ഷോർട്സ് ഇടും. ഷോർട്സ് ഇടുമ്പോഴത്തേന് ആ വീഡിയോയും റണ്ണാകും, ഈ ഷോർട്സും റണ്ണാകും. ഇതാണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവരും പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണമെന്ന് പറയും. ഞാൻ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം, പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകുമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൺസിസ്റ്റൻസിയുടെ ആവശ്യമില്ല, നമ്മൾ വീണ്ടും വീഡിയോ ഇടരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫേസ്, ഞാനാണ് ചില ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് എൻ്റെ ഫേസ് ഇങ്ങനെ വേറെ രീതിയിലൊക്കെ ആക്കി വെച്ചാൽ ആ വീഡിയോസൊന്നും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല യൂട്യൂബ്. പിന്നെ ചിലപ്പോൾ ഞാൻ മലയാളത്തിലുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷിലുള്ള കോമഡികൾ ചെയ്യുമ്പോൾ ആ വീഡിയോ ചിലപ്പോൾ ഒരു 80 വ്യൂസിൽ, ഒരു 50 വ്യൂസിലൊക്കെ ആയി നിൽക്കും. പക്ഷേ നമ്മൾ മലയാളമാണ് ചെയ്യുന്നെങ്കിൽ മലയാളത്തിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റീച്ച് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്താണ്. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, എനിക്ക് വീഡിയോസ് ചെയ്യുന്ന ഒന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് കിട്ടിയതാണ്. ഞാനും ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറേ ഡയറക്ഷൻസ് കിട്ടാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്താണ്, അതൊക്കെ കണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ പഠിച്ചത്. എനിക്കിതുപോലെ ഫേസ് കാണിക്കാനുള്ളൊരു കോൺഫിഡൻസൊക്കെ ഇപ്പോഴാണ് ആയത്. നിങ്ങൾക്കും ഇതൊരു ഉപകാരമാകട്ടെ എന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അൺലിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഷെഡ്യൂൾ ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം പലരും ഞാൻ മറന്നുപോയി. എങ്കിലും ഇതൊക്കെ എൻ്റെ ഓർമ്മ വന്ന കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും ഉപകാരമായി തീരും. ഇതിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.